കല്യാണവും സിവിൽ സ്കോറും തമ്മിൽ എന്ത് ബന്ധം? അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. സിവിൽ സ്കോർ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കല്യാണവും സിവിൽ സ്കോറും തമ്മിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം ബന്ധങ്ങളുണ്ട്. സിവിൽ സ്കോർ കുറഞ്ഞതുകൊണ്ട് വിവാഹം മുടങ്ങുമോ? അങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മൂർത്തിസാപൂരിൽ നടന്നു. ബന്ധുക്കൾക്ക് വരൻ്റെ സാമ്പത്തിക ഭദ്രതയെ പറ്റി സംശയം തോന്നിയാണ് വിവാഹം മുടങ്ങുന്നതിൽ കലാശിച്ചത്. വധുവിൻ്റെ ബന്ധുക്കൾക്ക് വരൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് സംശയം തോന്നിയതാണ് വിവാഹം മുടങ്ങുന്നതിൽ കലാശിച്ചത്. വരൻ്റെ സിവിൽ സ്കോർ ദുർബലമാണെന്ന് കണ്ടെത്തിയത് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ വാർത്തകളും ട്രെൻഡിങ് ആയ ഒരു ന്യൂസ് ആവുകയും ചെയ്തു. ഭാവിയിൽ സിവിൽ സ്കോർ വിവാഹത്തിൽ പ്രധാന റോൾ വഹിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. സിവിൽ സ്കോർ കുറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. സിവിൽ സ്കോർ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ക്രെഡിറ്റ് അവസ്ഥ സൂചിപ്പിക്കുന്ന പ്രധാന അളവുകോലാണ്. 300 മുതൽ 900 വരെയുള്ള സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കപ്പെടുന്നത്. 250 മുകളിലായിരിക്കുമ്പോഴാണ് മികച്ച ക്രെഡിറ്റ് സ്കോർ എന്ന് കണക്കാക്കുന്നത്. നിങ്ങളുടെ സിവിൽ സ്കോർ ഉയർന്നു നിൽക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ എടുക്കുന്ന വായ്പകൾ ഉചിതമായി കൈകാര്യം ചെയ്യുക. വായ്പകളുടെ തുകയും തിരിച്ചടവ് തീയതിയും സിവിൽ സ്കോറിനെ നേരിട്ട് ബാധിക്കുന്നുവെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വായ്പകൾ ഉചിതമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സമയബന്ധിതമായി EMIകൾ അടയ്ക്കുക. ആവശ്യമില്ലാത്ത അധിക വായ്പകൾ നിങ്ങൾ എടുക്കാതിരിക്കുക. ക്രെഡിറ്റ് സ്കോർ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ദുരുപയോഗം ചെയ്യുന്നത് സ്കോറിനെ കുറയ്ക്കാൻ കാരണമാകുന്നു. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ സമയത്ത് അടയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ക്രെഡിറ്റ് റിപ്പോർട്ട് നിരന്തരം നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുറഞ്ഞത് 6 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ സിവിൽ സ്കോർ നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. തെറ്റായ വിവരങ്ങൾ കണ്ടാൽ അതിനെതിരെ ഉടൻ നിങ്ങൾ പരാതിപ്പെടുക. അടുത്തതാണ് ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. കൃത്യമായ ഒരു ബജറ്റ് നിങ്ങൾ തയ്യാറാക്കുക. ആവശ്യമില്ലാത്ത കടങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ള ഫണ്ട് എപ്പോഴും കരുതുക. ഫോൺ ആപ്പ് വഴി വായ്പ ഒരിക്കലും എടുക്കാതിരിക്കുക. പലതവണ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നത് ക്രെഡിറ്റ് സ്കോറിന് ഒരു ദോഷകരമായ ഒരു കാര്യമാണ്. അപ്രതീക്ഷിതമായ പല ബാങ്കുകളിലും വായ്പയ്ക്കായി അപേക്ഷിക്കുന്നതിന് പകരം മുമ്പേ യോഗ്യത പരിശോധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ സ്കോറിനെ സാരമായി ബാധിക്കുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മഹാരാഷ്ട്രയിൽ നടന്ന സംഭവങ്ങൾ ഭാവിയിൽ എല്ലാ സ്റ്റേറ്റിലും നടക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ യുവതലമുറ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.